എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പുതിയ റിലീസ് ചിത്രം സമറിൻ ബദലയം. ആ സിനിമയുടെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും കണ്ട ഒരു സിനിമ തന്നെയാണ് സമറിൻ ബദലയം. അത് ഈ ഒരു ഡിസംബർ മാസത്തിൽ 12-ാം തീയതി റിലീസ് ചെയ്യാണ്. നമുക്ക് ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാരണം അത്തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു സിനിമയായിരുന്നു സമറിൻ ബദലയം. ഓരോ അതിലത്തെ ആക്ടേഴ്സിനെ എടുത്താലും ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസുകൾ കാഴ്ചവെച്ചൊരു സിനിമയായിരുന്നു. സുരേഷ് ഗോപി ആയിക്കോട്ടെ, ജയറാം, കലാഭവൻ മണി, അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും, മഞ്ജു വാര്യർ, എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സിനിമയായിരുന്നു. അതിലായിരുന്നു ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അതും അന്നത്തെ സമയത്ത് വളരെ എന്താ പറയുക, ചർച്ചാ വിഷയമായ ഒരു ക്യാമിയോ റോളായിരുന്നു. അത്രയും നല്ല ഒരു സിനിമയായിരുന്നു. ഒരുപാട് സോങ്സും, വിദ്യാസാഗറാണ് അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹിറ്റ് സോങ്സുകളുള്ള ഒരു പടം. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലത്ത് ആ ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു പടം നമുക്കൊന്നും കൂടി ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങളുടെ സിനിമ കണ്ടതിന് ശേഷം ആ ഒരു റീമാസ്റ്ററിങ് വേർഷൻ കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാം. താങ്ക് യു.